ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ക്ലൈമാക്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊമോ ആണ് പറയുന്നത്. ഷ്യാമിൻ്റെ അടുത്ത് നിന്നിട്ട് സെലിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സെലിൻ്റെ കാമുകൻ്റെ കോള് നമ്മുടെ സെലിൻ്റെ ഫോണിലേക്ക് വരുവാണ്. അപ്പോൾ ആ സമയത്ത് ഷ്യാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഷ്യാമിന് അപ്പം തന്നെ സെലിന് അല്ലെങ്കിൽ തന്നെ ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൂടി കാണുമ്പോഴേക്കും വലിയ ഡൗട്ട് ആവാട്ടോ, ഇവൾ എന്തൊക്കെയോ മറച്ച് വെക്കുന്നുണ്ട്, എന്തായാലും ഇവളൊന്ന് സൂക്ഷിക്കണം എന്ന് ഷ്യാമും വിചാരിക്കുകയാണ്. ആരാ സെലിന് വിളിച്ചത്? അതെൻ്റെ ഒരു ഫ്രണ്ടാ. ഓ, ബോയ് ഫ്രണ്ടാണോ? അല്ല, ശ്യാം സാറിന് ഇത് എന്തൊക്കെ അറിയണം? ശ്യാം സാർ ഞാൻ ചെയ്യാം, ശ്യാം സാർ പറഞ്ഞ പണി ഞാൻ ചെയ്താൽ പോരെ, അല്ലാതെ ശ്യാം സാറ് എൻ്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഓക്കെ ശരി, നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്ക്. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല, ദിവസം പോന്തോറും പിണക്കത്തിൻ്റെ ആട്ടം കൂടെയുള്ളൂ നിനക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം സർ, എന്തായാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയണം. പിന്നെ സാർ ഈ അഞ്ജലി മേഡത്തിന് ഇടക്കിടക്ക് കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നിനക്ക് പ്രശ്നമായിട്ട് തോന്നും, പക്ഷെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. ഞാൻ ഇടക്കിടക്ക് കാണുന്നുണ്ട് അവളുടെ മനസ്സിലിപ്പോൾ ഞാൻ ഭയങ്കര ഒരു നിരപരാധിയെ പോലെയാണ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തെങ്കിലും ആവട്ടെ, നീ എത്രയും പെട്ടെന്ന് ആ അച്ചമ്മ എന്ന് പറഞ്ഞ സാധനത്തിന് കീശയിലിടാൻ പറ്റുമെങ്കിൽ കീശയിലിട്. അതിനുശേഷം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വരാം. പിന്നെ എൻ്റെ ടോപ്പിക്ക് അവരുടെ മുമ്പിൽ ഒന്ന് എടുത്തിടാൻ നോക്ക്. അവിടെ ഒരു ചർച്ചാ വിഷയം നീ ആക്ക്, അച്ചമ്മയുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയം പോലെ ആക്കെന്ന് പറയാണ്. അത് ഞാൻ ചെയ്തോളാം എന്ന് സെലിൻ പറയുന്നുണ്ട്. ശേഷം അശ്വിൻ്റെ വീട്ടിലെത്തിയ സെലിൻ അച്ചമ്മയുടെ മുമ്പിൽ തന്നെ അഞ്ജലി എടുത്ത് സംസാരിക്കുകയാണ്. അഞ്ജലി ചേച്ചി ആകെ വിഷമത്തിലാണല്ലോ, ശ്യാം സാർ പോയതിൽ പിന്നെ അഞ്ജലി ചേച്ചി ആകെ വിഷമത്തിലാണ് എന്നൊക്കെ പറയണം. അപ്പം അച്ചമ്മ ഇത് കേൾക്കുമല്ലോ. അച്ചമ്മ കേൾക്കുമ്പോൾ അഞ്ജലി അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ അച്ചമ്മ കേൾക്കി തന്നെ ഈ സെലിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് നമ്മുടെ അഞ്ജലി അടുത്ത്, അല്ല അഞ്ജലി മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അച്ചമ്മേ? അല്ല, ഞാനിവിടെ വന്നിട്ടിപ്പോൾ 2 ദിവസമായി. നീ ഷ്യാമിനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാനിവിടെ വന്ന കാര്യം അല്ലേ? അത് അച്ചമ്മേ, എന്താ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ എന്താണ് അവൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരാത്തതോ? നിന്റെ ശ്യാം സാറിന് അത്ര തിരക്കാണോ? എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഒന്ന് വീട്ടിൽ പോലും വരാൻ പറ്റാത്തത്ര തിരക്കാണോ? പ്രത്യേകിച്ച് ഭാര്യ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് അഞ്ജലി പറയണ്ടും, അത് അച്ചമ്മേ, അത് എന്താ നീ എനിക്ക് എന്തൊക്കെയോ എന്നെ ഒന്ന് ഒളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ അഞ്ജലി മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നാന്ന് പറയണം. അത് കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ സംസാരം ചോദിക്കുമ്പോഴേക്കും, കേട്ടോ സുഭദ്രാമേ, ഞാൻ ഇവളോട് ചോദിച്ചു ശ്യാം എന്താ ഇവിടെ വരാത്തേന്ന്. അല്ല, ഞാൻ വന്നിട്ട് 2 ദിവസം ആയല്ലോ, എന്നിട്ട് ഇതുവരെ പുള്ളിക്കാരനെ കണ്ടില്ല. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ബിസിയോട് ബിസി ആണല്ലോ. എങ്കിലും വീട്ടിലൊക്കെ വരവുണ്ടായിരുന്നു. ഇപ്പം വീട്ടിൽ വരാറേ ഇല്ലേ? അല്ല, ഫോണിലൂടെ പോലും എന്നോട് സംസാരിക്കുന്നില്ല. അഞ്ജലി മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഷ്യാമിനൊന്ന് ഫോൺ വിളിച്ചേ, ഞാൻ സംസാരിക്കാം അവനോട് എന്ന് പറയാണ്. അത് അച്ചമ്മേ, പിന്നെ എന്താ ഫോൺ വിളിക്കാനും പറ്റില്ലെന്നുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഷ്യാമിൻ്റെ കാര്യം എന്താ? ഷ്യാമും ഈ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം ഷ്യാമായിരുന്നു. അവൻ സ്നേഹത്തിൻ്റെ മുഖം മൂടിയിട്ടൊരു ചെന്നായി ആയിരുന്നു. എന്തൊക്കെയാ സുഭദ്രാമേ നിങ്ങളീ പറയണത്? ശ്യാം സ്നേഹത്തിൻ്റെ മുഖം മൂടിയിട്ടതാണെന്നോ? അവനെല്ലാവരുടെ സ്നേഹത്തോടെയാണല്ലോ പെരുമാറണത്. അതെ, അത് തന്നെയാണ് അവൻ്റെ കുഴപ്പം. അവൻ കാണിക്കുന്ന സ്നേഹം കപട സ്നേഹമായിരുന്നു. അവൻ ആരോടും ഒരു സ്നേഹമില്ല. എന്തിന് ഈ അഞ്ജലി മോളും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് പോലും സ്നേഹമില്ല. അവനൊരു വൃത്തികെട്ടവനായതുകൊണ്ട് അവനിവിടുന്ന് പറഞ്ഞയച്ചു. ആര് പറഞ്ഞയച്ചു എന്ന് ചോദിക്കുമ്പോൾ തന്നെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ചമ്മക്ക് എന്തൊക്കെ അറിയണം? ഞാനാണ് അയാളെ പറഞ്ഞയച്ചത്. ഓഹോ, അപ്പം നീയാണ് ഷ്യാമിന് ഇവിടുന്ന് പറഞ്ഞയച്ചല്ലേ? അതെ. ഓ, അപ്പം അഞ്ജലി മോളോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ നീ പറഞ്ഞയച്ചത്? ഞാനെന്തിനാ എൻ്റെ ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കണത്? ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കാനേ എനിക്കറിയാം. അതെ, നീ തീരുമാനമൊക്കെ എടുക്കും. നീ അവളുടെ ഭർത്താവിൻ്റെ അത്ര ഒന്നും വരില്ലല്ലോ, വെറും ഒരു അനിയനല്ലേ. ശ്യാം അവളുടെ ഭർത്താവാണ്. ഭർത്താവ് മാത്രമല്ല, അവളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ്. നിന്നെക്കാളും വലുത് അവൻ തന്നെയായിരിക്കും. എന്താ അഞ്ജലി മോളെ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല. നോക്കച്ചമ്മേ, അച്ഛമ്മ വെറുതെ ഇവിടെ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കണ്ട. അയാൾ വല്ലാത്ത വൃത്തികെട്ടവനാണ്. ഈ കുടുംബത്തിൽ അയാൾ കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയാവോ? അതുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഭർത്താവ് വേണ്ട. അതിനേക്കാൾ നല്ലത് ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നതാണ്. നിനക്കങ്ങനെ പറയാം, നിനക്ക് ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. പക്ഷെ അഞ്ജലി മോൾ അങ്ങനെയല്ല, ചെറുപ്പമാണ്. അവളുടെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവളുടെ ഭർത്താവിനെ അവളിൽ നിന്ന് അകറ്റണത് തെറ്റ് തന്നെയാണ്. അല്ല, അവളുടെ ഭർത്താവ് എന്ത് തെറ്റാ ചെയ്ത് അതുകൂടി നിങ്ങൾ പറ എന്ന് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം സുഭദ്രാമ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല സുഭദ്രാമ, നിങ്ങൾ തന്നെ പറ, ഈ ശ്യാം എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അത് പറ. അത് അശ്വിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ശ്രുതി, പ്രീതിയും അവരുടെ അമ്മായിയുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ അമ്മായിയുടെ വീട്ടിലെ പെയിൻ ഗസ്റ്റായിട്ട് നിന്നിരുന്നതാണ് ശ്യാം. അവിടെ ശ്യാമിന് നിൽക്കേണ്ട കാര്യം എന്താ?
അത് ശ്യാമിനെ ശ്രുതിയിലൊരു കണ്ണുണ്ടായിരുന്നു. ശ്രുതിനെ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആർക്ക്? ശ്യാമിനെയോ? ഈ പെണ്ണിനെയോ? ഇവളെക്കാൾ എത്രയോ മിടുക്കിയാണ് നമ്മുടെ അഞ്ജലി. അവൻ എന്താ ഇവളുടെ പുറകെ നടക്കാൻ, ഈ കീറപ്പെണ്ണിൻ്റെ പുറകെ നടക്കാൻ അവനെന്താ വട്ടാണോ? അത് നിങ്ങൾ അപ്പം തന്നെ വിശ്വസിച്ചോ? അല്ല, അങ്ങനെയല്ല. ഇവളെന്നിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നു. അഞ്ജലിനെ എങ്ങനെ ഒഴിവാക്കി ഇവളെ വിവാഹം കഴിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറഞ്ഞിട്ടാണ് ഇവളുടെ അമ്മായിയുടെ വീട്ടിൽ നിന്നത്. ശേഷം കള്ളങ്ങളൊക്കെ പൊളിഞ്ഞപ്പോൾ അവൻ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു. കുഞ്ഞനെയും അവൻ കൊല്ലാൻ നോക്കി ഇവിടുത്തെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സത്യമാണെന്ന്. പിന്നെ ഇത് ശ്യാമിൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഒരു കൈ മാത്രം വെച്ച് അടിച്ചാൽ ഒച്ച വരില്ലല്ലോ, 2 കൈയും കൂട്ടിയടിച്ചാൽ ഒച്ച വരുള്ളൂ. അപ്പം ഈ പെണ്ണ് ഇവിടുത്തെ മരുമകൾ ശ്രുതികുമാരി ലക്ഷ്മിയുടെ ഭാഗത്തും തെറ്റുണ്ടാകും. എന്തായാലും ഇവിടുത്തെ 2 മരുമക്കളും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സുഭദ്രാമേ എന്ന് പറയാണ്. ശേഷം അത് കേൾക്കുമ്പോൾ പ്രീതിക്കും ദേഷ്യം വരും കേട്ടോ. ശേഷം അച്ഛമ്മ പ്രീതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവളെയും കണ്ടാലറിയാം അഹങ്കാരിയാണെന്ന് എന്ന് പറയാണ്. ഭർത്താവിന് ഒരു വിലയും തരാത്ത അവൾ കണ്ടില്ലേ, ആകാശനോട് അവളോട് സ്നേഹത്തോടെ സംസാരിക്കാറ് പോലുമില്ല എന്ന് പറയാണ്. അപ്പോൾ അവിടേക്ക് ആകാശും അതുപോലെ തന്നെ അശ്വിനും കൂടി ഓഫീസിൽ പോകാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ആകാശിന് മുമ്പിൽ അച്ഛമ്മ പറയുന്നുണ്ട്, ദേ പ്രീതി, നീ നിൻ്റെ അനിയത്തിനെ നിൻ്റെ അനിയത്തിനെ എനിക്ക് ഇഷ്ടേ അല്ല എന്ന് പറയാണ്. ഹലവലാതി കൂട്ടങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രീതിയും പറയുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് എന്നെയും ശ്രുതിനെ ഇഷ്ടമല്ലെങ്കിൽ അത് നേരേക്ക് പറ. ഞങ്ങളിവിടുന്ന് പോകണമെന്നാണ് അച്ഛമ്മക്ക് ആഗ്രഹമെങ്കിൽ പറ, ഞാൻ എൻ്റെ അനിയത്തിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അശ്വിനെ ദേഷ്യം വരാട്ടോ. അശ്വിൻ പറഞ്ഞു, അച്ഛമ്മയ്ക്ക് എന്തിനാ എപ്പോഴും ഇവരുടെ മെക്കിട്ട് കേണ്ടത്? എന്താ ഇവർക്ക് പണമില്ലാത്തത് കൊണ്ടാണോ? അതെ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കുടുംബമേ എൻ്റെയും കൂടി കുടുംബമാണ്. അച്ഛമ്മ എപ്പോഴാണ് ഈ കുടുംബം എന്നൊക്കെ പറയാൻ തുടങ്ങിയത്? എൻ്റെ അമ്മയും അച്ഛനും മരിച്ച സമയത്ത് ആരെങ്കിലും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ വീട്ടിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. അച്ഛമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ എന്ന് പറയാണ്. പ്രീതി ശ്രുതിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ല. ഈ വീട്ടിലെ മരുമക്കളാണ് അവർ കേട്ടോ. വലിൻ്റെ കയറിയത് വന്നതൊന്നുമല്ല എന്ന് പറയാണ്. ശേഷം ആകാശിനെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. അച്ഛമ്മ നാണം കെട്ട് പോവാട്ടോ. എന്തായാലും നാളത്തെ പ്രോമോ ഇത്ര തന്നെ കാണിച്ചുള്ളൂ. പിന്നെ ശ്രുതി അടുക്കള വരുമ്പോഴേക്കും പ്രീതി ദേഷ്യത്തിലാണ് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ മോളെ, എന്തിനാ നമ്മളിവിടെ നിൽക്കണം, ആ ഒരു സെറ്റപ്പിലാണ് പ്രീതി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വലുത് വിഷമം തോന്നുന്നുണ്ട്. കാരണം എപ്പോഴാണ് ശ്രുതി ഒന്ന് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്? അത് അശ്വിനും ശ്രുതിയും തമ്മിൽ ഇപ്പോഴാണൊന്ന് പ്രണയത്തിലായതും അവർ ജീവിതത്തിനെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു സമയത്താണ്. ആ സമയത്ത് ഈ അച്ഛമ്മയും കൂടി കയറി വന്നിട്ട് പ്രശ്നം ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി വിഷമിച്ചിരിക്കുന്നത്. പ്രീതി പറയുന്നുണ്ട് നമുക്കിവിടെ നിന്ന് പോകാം എന്ന സെറ്റപ്പിൽ തന്നെയാണ് പ്രീതി പറയുന്നത് കേട്ടോ. പ്രോമോ ഇത്രയേ ഉണ്ടായുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സിലെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തമ്മിൽ ഇട്ടേക്കുന്ന ഫോട്ടോ ക്ലൈമാക്സിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൂടി ഇടാം. എന്താ പറയേണ്ടത്, നമ്മുടെ വിചാരിച്ച പോലെ മാരേജിൻ്റെ ആ ഒരു ഭാഗമുണ്ട്. ഞാൻ വിചാരിച്ചു അതൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. കാരണം അവർ എന്താ പറയുന്നത് ഫൈനലായിട്ടുള്ളൊരു ഇത് ഷൂട്ട് കാണിച്ചപ്പോൾ ഈ വേഷമൊന്നും അല്ലായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഭാഗമൊന്നും ഇല്ലയെന്ന്. പക്ഷേ മാരേജിൻ്റെ ഭാഗമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഉണ്ടെന്ന്. അവർ ഭയങ്കര ടെൻഷനിലാണ്. ശ്രുതിയും പ്രീതി നിൽക്കുന്നൊരു ഫോട്ടോയാണ്. എന്തായാലും ഞാൻ തംബ്നെയിൽ വെക്കുന്ന ഫോട്ടോ ഇല്ലേ, അതാണ് കേട്ടോ ക്ലൈമാക്സ് ഫോട്ടോ. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.